ഈ കുഞ്ഞച്ചനെ നീ തല്ലിയോ? ഉവ്വ, എന്നെ തല്ലിട്ടാ. അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ? എന്റെ മേലും എന്താ ചിലപ്പോ തല്ലും. അപ്പൊ നീ എന്നെയും തല്ലുവോ? അതിപ്പോ തല്ലുമ്പോ ആളും തരം ഒന്നും നോക്കാൻ ഒക്കൂല. അന്നാ അതൊന്നും അറിയണല്ലോ. നായിന്റെ മോനെ, ഈ നാട്ടിൽ വന്ന് നീ വെളച്ചിലെടുത്താ ഉണ്ടല്ലോ, ഇടിച്ചതിന്റെ പതിരിയം കിളക്കും. മനസ്സിലായോ? വയ്ക്കോ പടാ വിടറോ ഒന്ന്. ആ മനുഷ്യനെ കണ്ട ഒരു പാവമാണെന്ന് തോന്നും. പതുങ്ങി പതുങ്ങി നടന്നു പോകുന്നത് കാണാം. പാവമൊന്നുമല്ല. ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണ കണ്ടു. നോക്കിയപ്പോ ആ മനുഷ്യനാ പതുങ്ങി നിൽക്കുക അസത്ത്. രാജേച്ചി, അവിടെ ആരോ പതുങ്ങിയിരിക്കുന്നുണ്ട്. എവിടെ? എന്താണോ അവിടെ പതുങ്ങിയിരിക്കുന്നത്? പെണ്ണുങ്ങൾ വിളിക്കുന്ന ഒളിഞ്ഞു നോക്ക. ചേട്ടാ, ഇതൊന്ന് മേയാൻ എനിക്ക് 10 കെട്ട് ഓല വേണം. അയ്യടാ, നിനക്ക് ഞാൻ ഇനി ഓല വലിച്ചു തരാം. തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും. നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, കാശെന്താന്നോ തന്നേക്കാം. പണ്ടാരടങ്ങാൻ പാടാ. എന്ത് വേണം? വെറുതെ അല്ല കുളിക്കടവിൽ ഒളിച്ചു നിന്നത്. കേറി വാ. ഇനി കടം തരുന്ന പ്രശ്നമേ ഇല്ല. ജീവൻ പണയം വെച്ചുള്ള ബിസിനസ്സാ. എക്സൈസുകാർ വന്ന് പിടിച്ചാൽ നിങ്ങളാരും 10 പൈസ അറിയല്ല. അതുകൊണ്ട് രൊക്കമുള്ള കച്ചവടം മതി. മനസ്സിലായ? ഉവ്വ. എന്നിട്ട് പിന്നെയും വരിക ഇരക്കാൻ. എന്തിനാ അവിടെ പതുങ്ങി നിന്നേ? കാണാൻ. ആരെ? എന്തിനാ കാണണേ? നല്ല രസമുണ്ട്. നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ട ഒരു കുറുക്കനെ മാതിരിയാ. നിന്റെ പേരെന്താ? ഭാഗ്യം. ഭാഗ്യലക്ഷ്മി. ശങ്കുണ്ണിക്കൊല്ലിനെ അറിയോ? മോളുടെ മോളാ. നിങ്ങൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്തിനാ? ആ പുലിയെ കൊല്ലാൻ. ആ പാവം വല്ലയിടത്തും ജീവിച്ചോട്ടെ. പാവം? ചെറുത്താനാ അത്. ചെറുത്താൻ. എന്നെ ആരും ഇല്ലാത്തോളാക്കിയത് ആ അസത്ത. അല്ലെങ്കിൽ എന്തിനാ നീ കരയണേ? നിങ്ങൾക്കറിയോ, എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു. 10 വയസ്സ് വരെ എന്നെ താഴെ വയ്ക്കാതെ വളർത്തിയത്. എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ അമ്മയെ കടിച്ചു കൊന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോവോ? എനിക്ക് അച്ഛനും അമ്മ ഇല്ലാണ്ടാക്കിയത് അതാ. അതിന് നിങ്ങൾ കൊല്ലണം. കൊന്ന നിങ്ങൾ ചോദിക്കണ എന്തും ഞാൻ തരാം. ഭാഗ്യം. ഞാൻ പിന്നെ വരാട്ടോ. എന്താ പേര്?
അവളൊരു പാവം പെണ്ണ. അതിന്? തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താലുണ്ടല്ലോ, താൻ ജീവനും കൊണ്ട് പോവില്ല. ഓർത്തോ? നിന്നെ കിട്ടും. കിട്ടും കിട്ടും, ഇത്തിരി പുളിക്കും. ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ചുട്ടു തിന്നോ? എന്റെ ഇഷ്ടം പോലെ. ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ചു തരാം. എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരിയുടെ ചോറും തരാം. വേണ്ട, നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തന്നോ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യൂല. കൂട്ടാൻ വെച്ച് ഞാൻ കൊണ്ടുവരട്ടെ? വേണ്ട, എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വന്നെന്ന് ചെനുങ്ങണ്ട, അത് കുഴപ്പാ. ഇതത്ര നല്ലതിനല്ല. ഏത്? ഈ ചിരിയും കുഴയിലൊക്കെ ഞാൻ എല്ലാം കണ്ടു. തോമസ് കുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അയാൾ ചീത്തയ ഭാഗ്യം. വേറെ വല്ലതും പറയാനുണ്ടോ? നിനക്ക് തന്നെ പറ്റി? ഒന്നുമില്ല. അതല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ദേ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചാടണ്ട കേട്ടോ. കളിയും തമാശയൊക്കെ കൊള്ളാം. കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നതാ. ജാതിയും മതവും മറന്നുള്ള കളിയൊന്നും വേണ്ട. മറ്റെന്തും മറക്കാല്ലേ? ആ വെള്ളപ്പൂവൻ എവിടെ പോയി? എന്ത് വേണം? ഇതൊന്ന് ശരിയാക്കി തരുമോ? ആരാ അത്? എന്താ? ഇതൊന്ന് വെച്ച് കിട്ടിയ കോഴിയിറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി. നല്ല കോഴിയാ. നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് വയ്ക്കണം. അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ, പാവം. മോളാണല്ലേ? അല്ല, എന്റെ സെക്കൻഡ് വൈഫാ. ഭാര്യ മരിച്ച കൂടെ ചാവാൻ പറ്റുമോ? വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ? കണ്ടാ തന്റെ ഇടിയാണെന്ന് തോന്നും, പക്ഷേ ശുദ്ധ പാവം. സാറേ കോട്ടെ മോളെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകുന്നു. എന്താണ് നിങ്ങളൊക്കെ ഇവിടെ നോക്കിയിരിക്കണത്? ഇവിടെ വയലിൽ പറിച്ചിട്ടുണ്ടോ? പോയില്ല അവിടുന്ന്.
നിന്റെ പൊന്നും വക്കീലേ, ആ ചേച്ചാനെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയായല്ലോ. ആര് പിള്ളാച്ചനോ? അല്ലാന്ന് ഹിമാർ വാറുണ്ണി ആ ഓനെ കൊണ്ട് ഈ നാട്ടിൽ കഴിഞ്ഞു വിടാൻ പറ്റാണ്ട് അയക്കുന്നു. ആ നായാട്ടുകാരൻ ആള് കൊള്ളാം. അവനിവിടെ പല കുടുംബങ്ങളിലും കയറി നായാടുന്നുണ്ടെന്നാണ് കേൾവി. ഏതായാലും എനിക്ക് പെമ്മക്കളില്ലാത്തത് എന്റെ ഭാഗ്യം. ബാപ്പാ ചേച്ചി അകത്ത് പോ. എന്നാ അകത്ത് പോകാൻ പറഞ്ഞ വേണ്ടടാ, മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല, മനസ്സിലായോ? ഇന്ദിരം കെട്ടതും പൊണ്ണാലേ, ചന്ദിരം കെട്ടതും പൊണ്ണാലേ. ഇന്ദിരം കെട്ടതും പൊണ്ണാലേ, ചന്ദിരം കെട്ടതും പൊണ്ണാലേ, വാറുണ്ണി കെട്ടതും പൊണ്ണാലേ, നാട്ടുകാര് കെട്ടതും പൊണ്ണാലേ. നിന്നെ പാമ്പ് വലിക്കൂടാ, കാലപാമ്പ് കുത്തി വലിക്കും. കെടുകതും പൊണ്ണാലേ, കെടുവതും കണ്ണാലേ. നിന്നോട് ആരാ ഈ നുണയൊക്കെ പറഞ്ഞത്? നുണയൊന്നുമല്ല, പിള്ളേച്ചന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ? അതുപോലെ പല വീട്ടിലും കുഴപ്പാണ്. മാനക്കേടുകൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ. കഷ്ടം. ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കണു. നല്ല തമാശക്കാരനാ. പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. നിന്നോട് അയാൾ ഒരു അനാവശ്യം പറഞ്ഞില്ലേ? പൊട്ടനെ പോലെ കിടന്ന് ചിരിക്കും, ചെലപ്പോ ചെവിമ പിടിച്ച് തിരുമു. ദേ സൂക്ഷിക്കണം കേട്ടോ. എനിക്കിഷ്ടം അയാളെ. ആ മീശയും ചോര കണ്ണും. റബ്ബേ, എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ. എന്റെ തലക്ക് പ്രാന്ത് തന്നെയാ. സീനു, ഞാൻ പോവാ. ഭാഗ്യം, ഞാൻ വന്നോണ്ടാണോ പോണത്? അല്ല, വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്. എന്നെ ഒഴിവാക്കണല്ലേ? തോന്നുന്നു. ഞാനെന്തിനാ ഒഴിവാക്കണം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ. എന്നോടെന്താ പിണക്കം? എനിക്ക് പിണക്കൊന്നുമില്ല. ഞാൻ പോട്ടെ. ഭാഗ്യം, കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയോ? നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഈശ്വര, ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ലെന്നോ? 7 പകലും 7 രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ? അത് പുലിയെ കൊല്ലാൻ പറ്റിയല്ലേ? അല്ലാതെ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? പറയേ. എന്ത് കഷ്ടാന്റെ ഈശ്വര. ഭാഗ്യക്കുറി,